നമസ്കാരം. 2026 ഏപ്രിൽ 5 മുതൽ ഏപ്രിൽ 11 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ്. പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകും. അംഗീകാരവും ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗുണകരമായിരിക്കും. ശമ്പള വർധനവ് ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. പ്രണയബന്ധങ്ങൾ ശക്തമാകും. അടുപ്പമുള്ളവരുമായി വിവാഹയോഗവും കാണുന്നു. കഴിയുന്നതും ദേഷ്യം നിയന്ത്രിക്കുക. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ശുഭ ചിലവുകൾ വർദ്ധിക്കും. സുഖസൗകര്യങ്ങൾ കുടുംബത്ത് വർദ്ധിപ്പിച്ചെടുക്കുന്നതാണ്. ദൂരയാത്രകൾ ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം സന്തോഷകരമായിരിക്കും. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട്. സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാം. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിരത ഉണ്ടായി വരുന്നതാണ്. വലിയ നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാകും. എല്ലാ പ്രവർത്തനങ്ങളിലും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനും ആകും. കർമ്മരംഗത്ത് ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ ഇപ്പോൾ അവസരം നന്നല്ല. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പുതിയ കരാറുകൾ ഒപ്പുവെക്കാനാകും. ധനാഗമന മാർഗത്തിനായി പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തും. കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുന്നതാണ്. നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. കുടുംബത്ത് സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും ഇടയാകും. വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങളോ തൈറോയ്ഡ് പോലുള്ള രോഗങ്ങളോ അലട്ടാനിടയുണ്ട്. ഉദരക്ലേശങ്ങളും ഉണ്ടായേക്കാം. ഭക്ഷണ ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബുദ്ധിയും ഓർമ്മയും വർദ്ധിക്കും. സംസാരശേഷി ഗുണകരമാകുന്നതുമാണ്. വാക്കും പ്രവൃത്തിയും യോജിപ്പിച്ചു കൊണ്ടുപോകാനാകും. ദൈനംദിന ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. ആശയവിനിമയശേഷി വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരെ ആകർഷിക്കാനാകും. ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനിടയാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. സുഹൃത്ത് സമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. പ്രണയബന്ധം ഉണ്ടാകും. ക്ഷമ ശീലമാക്കുക. എല്ലാ തീരുമാനങ്ങളും ആലോചിച്ച് എടുക്കേണ്ടതാണ്. ധനപരമായി ഉയർച്ചകൾ ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. ചിലവുകൾ നിയന്ത്രിച്ച് പോവുക. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓം നമഃശിവായ നിത്യവും ജപിക്കുക. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്നതാണ്. താൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ലല്ലോ എന്ന് തോന്നാം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. ഉദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം. ധനവരവ് കുറയുകയും ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യും. കുടുംബ ആവശ്യങ്ങൾക്കായി ചികിത്സകൾക്കായും ധനച്ചിലവുകൾ ഉണ്ടാകും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. നിക്ഷേപങ്ങൾക്ക് ഈ വാരത്തിൽ ഇറങ്ങി പുറപ്പെടരുത്.
കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. തൻ്റെ വാക്കുകളെയും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടും. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമല്ല. കുടുംബത്ത് ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഉറക്കക്കുറവ്, ശാരീരിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ്. മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും. ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ദേവിക്ക് കടുംപായസം സമർപ്പിക്കുകയും ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുകയും കർമ്മരംഗത്ത് ഉയർച്ചയും അംഗീകാരവും ഉണ്ടാകുന്നതാണ്. തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഉത്തരവാദിത്വ കൂടുതലുള്ള വിഭാഗത്തിലേക്ക് സ്ഥാനമാറ്റം ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ബിസിനസ് മേഖലയിലുള്ളവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ് വർദ്ധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമനവും ഉണ്ടാകും. ശമ്പള വർധനവ് ഉണ്ടാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. വാക്കുകൾക്ക് വില കൽപ്പിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നയിക്കും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളോ രക്തദൂഷ്യങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കുക. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ ജീവിതത്തിൽ മുന്നേറ്റവും കാണാനാകും. തൊഴിൽ രംഗത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും. ജോലിഭാരം വർദ്ധിക്കാം. എന്നാൽ കഴിവുകൾ തെളിയിക്കുവാൻ അവസരം ഒരുങ്ങും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റാനാകും. ക്ഷമയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ വാരത്തിൽ ചിട്ടയോടെ പഠനം പൂർത്തീകരിക്കാനാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. അമിത ചിന്ത ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ യോഗ ശീലമാക്കുക. ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. ധനനിയന്ത്രണവും ആവശ്യമാണ്. എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. യാത്രകളിൽ അതീവ ശ്രദ്ധയും പുലർത്തേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിനും മെൻ്റൽ സ്ട്രെസ് വർദ്ധിക്കുന്നതാണ്. വിശ്രമവും നല്ല ഉറക്കവും പ്രധാനമാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതാണ്. ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും ആരംഭം കുറിക്കാനാകും. ജോലി മാറ്റത്തിനായി ചിന്തിക്കും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. പുതിയ അവസരങ്ങളും കാത്തിരിക്കുന്നവർക്ക് അവ വന്നു ചേരുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായി ബിസിനസ്സുകാർ ശ്രമിക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വിപുലപ്പെടുത്തും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനനേട്ടമുണ്ടാകുന്നതിനും പഴയകാല ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും വരുമാന വർധനവും ഉണ്ടാകും. സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിക്കാം. എന്നാൽ പണമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാനിടയാകും. പഴയകാല ബന്ധങ്ങൾ സജീവമാകും. പ്രണയബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ഞാൻ എന്ന ഭാവം ഉടലെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ക്ഷമ ശീലമാക്കുക. മാനസിക സമ്മർദ്ദം ഒഴിവാക്കണം. ദേവീക്ഷേത്ര ദർശനവും കടുംപായസവും ഉത്തമമാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ജോലി കൂടുതലും ചുമതലാബോധവും വർദ്ധിച്ചു നിൽക്കും.
മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം പിടിച്ചുപറ്റാനാകും. പുതിയ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഉള്ള ബിസിനസ്സിനെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാകും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുന്നതായും കാണാം. ധനനിയന്ത്രണം ആവശ്യമാണ്. അനാവശ്യ ചിലവുകൾ കഴിയുന്നതും ഒഴിവാക്കുക. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. നിങ്ങളുടെ വാക്കുകളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിച്ച് മുന്നോട്ട് നീങ്ങുക. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ധനച്ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം. രക്തദൂഷ്യങ്ങളും ഉണ്ടായേക്കാം. യോഗ ശീലമാക്കുക. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും സർപ്പപൂജകളും നടത്തുക. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് മുന്നേറ്റം കാണുന്ന സമയം. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കാൻ തുടങ്ങും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും. ബിസിനസ് വിപുലമാക്കാൻ അവസരങ്ങൾ ഒരുങ്ങും. ധനവരവ് ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ ആർജിച്ചെടുക്കും. എന്നാൽ ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കുടുംബത്ത് സന്തോഷം, പിന്തുണ എന്നിവ ഉണ്ടാകുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ഞാൻ എന്ന ഭാവം അഹങ്കാരത്തിലേക്ക് നയിച്ചേക്കാം. ക്ഷമ ശീലമാക്കുക. തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ജീവിതത്തിൽ സമാധാനവും നിയന്ത്രണവും ആവശ്യമായ ഒരു ഘട്ടമാണ്. ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ടു പോകേണ്ടതാണ്. ധനച്ചിലവുകൾ നിയന്ത്രിക്കണം. അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരുകയും അവ വലിയ ബാധ്യതകളായി മാറാനും ഇടയുണ്ട്. നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. തൊഴിൽ രംഗത്ത് സ്ഥിരതയോടെ മുന്നേറുന്ന സമയം. നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. വീട്ടമ്മമാർക്ക് കാര്യങ്ങൾ ചിട്ടയോടെ കൊണ്ടുപോകാനാകും. ഉദ്യോഗസ്ഥരുടെ വിശ്വാസം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ റിസ്കുകൾ ഒഴിവാക്കുക. പുതിയ പദ്ധതികൾക്കായി ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. കുടുംബത്ത് സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ഉത്തരവാദിത്വങ്ങൾ നല്ല രീതിയിൽ നിറവേറ്റാനാകും. സാമ്പത്തിക നിയന്ത്രണം ആവശ്യമാണ്. ശാരീരിക ക്ഷീണം അനുഭവപ്പെടുന്നതിനും മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. വിശ്രമവും നല്ല ഉറക്കവും ആവശ്യമാണ്. ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുക. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും അംഗീകാരവും ഉണ്ടാകുന്ന സമയം. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കെല്ലാം ഫലം കാണാനാകും. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടും. ചെയ്തു തീർത്ത പ്രോജക്റ്റുകൾക്ക് ഫലം കാണാൻ തുടങ്ങും. ബിസിനസ്സിലും നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്. അവ വിപുലപ്പെടുത്തുന്നതിനും ഇടയാകും. തൻ്റെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. ധനപരമായി ഉയർച്ച ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കാകട്ടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. പരീക്ഷകളിൽ വിജയിക്കും. പരിശ്രമങ്ങൾക്കെല്ലാം വിജയം കാണാനാകും. കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. പ്രണയബന്ധങ്ങൾ ഊഷ്മളമാകും. ദേഷ്യം നിയന്ത്രിക്കാം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മഹാദേവന് ധാര സമർപ്പിക്കുക. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം,
ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും ഉണ്ടാകും. പുതിയ അവസരങ്ങളും ആത്മവിശ്വാസവും ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഇപ്പോഴുള്ള ജോലിയിലും മാറ്റങ്ങൾ ഉണ്ടാകാം. പുതിയ ചുമതലകൾ വഹിക്കേണ്ടതായി വരും. തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങളും സംരംഭങ്ങളും മുന്നോട്ട് നയിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ശമ്പള വർധനവിലൂടെ വരുമാനം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. പ്രണയബന്ധങ്ങൾ ഊഷ്മളമായിരിക്കും. മനസ്സിൽ അനാവശ്യ ഭയമുണ്ടാകാനും ആശങ്കകൾ ഉടലെടുക്കാനും ഇടയുണ്ട്. അധിക ചിന്ത കുറയ്ക്കുക. മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. യോഗ ശീലമാക്കുക. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്.